Hello friends, welcome back to IMA Matrix. IMA Matrix il nammal innoru pudhiya Maths and Vendability course thodangiyana. University Assistant in ini varum 60 ദിവസങ്ങൾ ഏകദേശം ഉള്ളത്. അപ്പോൾ ആ ദിവസങ്ങളിൽ maximum previous year Maths and Vendability questions ആണ് നമ്മൾ ഈ കോഴ്സിലൂടെ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീക്ക്ലി രണ്ടോ മൂന്നോ ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക ഡിഫറെന്റ് ടോപ്പിക്കിലെ ആ ടോപ്പിക്കിൽ നിന്ന് മാത്രം ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യുക. പിന്നെ ആദ്യത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കുകളുടെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അൺഅക്കാദമിയിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അൺഅക്കാദമി ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം എൻ്റെ പേര് ഇസ്മായിൽ കാലടി എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ എടുത്ത എല്ലാ ടോപ്പിക്കിലെയും ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ കേരളത്തിലെ മികച്ച എഡ്യൂക്കേറ്റേഴ്സ് എടുക്കുന്ന ലൈവ് ക്ലാസ്സുകളും ഇപ്പോൾ അൺഅക്കാദമിയിൽ കോഴ്സുകളായിട്ട് അവൈലബിൾ ആണ്. പ്ലസ് കോഴ്സ് എന്നാണ് ഇതിന്റെ പേരുള്ളത്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അതുപോലെ ആവശ്യമുള്ളവർ എന്ത് ചെയ്യാം, എന്നെ മെസ്സേജ് അയക്കാം. ഈ നമ്പറിൽ വാട്സാപ്പിലോ ടെലിഗ്രാമിലോ മെസ്സേജ് അയച്ചാൽ ഈ ക്ലാസ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഞാൻ നൽകുന്നതായിരിക്കും. അപ്പോൾ ആ കോഴ്സുകൾക്ക് ഇപ്പോൾ 25% വരെ ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഉടനെ ബന്ധപ്പെടാവുന്നതാണ്. സോ നമുക്ക് ഇന്നത്തെ സെഷൻ ആയ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് കടക്കാം. ഇവർ ഇസ്മായിൽ കാലടി. ഞാൻ അൺഅക്കാദമി പ്ലസിൽ കേരള PSCക്ക് വേണ്ടി ലൈവ് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ കോഴ്സിലൂടെ അല്ലെങ്കിൽ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് ടോപ്പിക്കിൽ മുമ്പ് PSC ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതുപോലെ പിന്നെ ഇതിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ടോപ്പിക്കിനും ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതുപോലെ ഈ ക്ലാസിന്റെ PDF ക്വസ്റ്റ്യൻസ് അടങ്ങിയ PDF നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ PDFിൽ നിന്ന് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനിലേക്കുള്ള കറക്റ്റ് ലിങ്കുകൾ ഉണ്ടാവും. ക്ലിക്ക് ചെയ്താൽ ആ ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാവും PDFs ഉണ്ടാവുക. നമുക്ക് ഇന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് ടോപ്പിക്കിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഇതിന് മുമ്പ് ഈ ടോപ്പിക് വ്യക്തമായിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ താഴെ അൺഅക്കാദമിയിൽ ഞാൻ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ടോപ്പിക് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. ആ ക്ലാസ് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അതുപോലെ എൻ്റെ ഇസു മാത്ത് അക്കാദമി ആപ്പിലും പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ പഴയ ക്ലാസ്സുകൾ ഉണ്ടാവും. ഏതെങ്കിലും റെഫർ ചെയ്ത ശേഷം മാത്രം ടോപ്പിക് വൈസ് PYQs നിങ്ങൾ പങ്കെടുക്കുക. അതായിരിക്കും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. If a man sold a radio for ₹1980 and earned a profit of 10%, he would have bought the radio for. നമ്മൾ ഈ ക്വസ്റ്റ്യൻ സീരീസിൽ ത്രൂ ഔട്ട് യൂസ് ചെയ്യാൻ പോകുന്ന അപ്രോച്ച് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ബേസ് ചെയ്തിട്ടുള്ള അപ്രോച്ചാണ്. ഒരാള് ഒരു റേഡിയോ 1980 രൂപക്ക് വിറ്റു. അപ്പൊ അയാൾക്ക് എത്ര പ്രോഫിറ്റ് കിട്ടി? 10% പ്രോഫിറ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ അയാൾ റേഡിയോ വാങ്ങിയത് എത്ര രൂപക്കാണ് എന്നാണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ CP എപ്പോഴും 100% ആയിരിക്കും. അപ്പൊ 100% ഉള്ള CPയിൽ നിന്നും ഇയാൾ ഒരു 10% ലാഭം എടുത്ത് വിറ്റപ്പോ ഇപ്പോൾ SP എത്ര ശതമാനമായി? SP is equal to 110%. 110% എത്ര റുപ്പീസ് ആണെന്ന് തന്നിട്ടുണ്ട്? 1980 രൂപയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 110% 1980 ആണ്. നമുക്ക് ആവശ്യം എന്താണ്? ഇതാണ് 100%. ഇതിനെ ഡയറക്റ്റ് പെർസെൻറ്റേജിൽ നമ്മൾ എങ്ങനെയാണോ കൺവേർട്ട് ചെയ്യുന്ന ആ രീതിയിലേക്ക് മാറ്റാം. ഇതിനെ ആദ്യം 1% കാണുക. 1% എന്ന് പറഞ്ഞാൽ 1980/110. ഈ 0 വിട്ടും 198നെ നമ്മൾ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 18 കിട്ടും. ഇനി നമുക്ക് ആവശ്യം എന്താണ്? CP അതായത് 100% ആണ്. സോ CP is equal to 100% is equal to 1800 ആയിരിക്കും ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം. വളരെ സിമ്പിൾ ആയിട്ട്. കാരണം 1% 18 ആണെങ്കിൽ 100 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 0 കൂടും, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ B 1800 ആയിരിക്കും. അപ്പൊ ഈ ഒരു അപ്രോച്ച് ആയിരിക്കും നമ്മൾ ഇനിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ അപ്രോച്ച് ക്ലിയർ ആയിട്ട് ഐഡിയ ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ട് പെർസെൻറ്റേജ് ബേസ്ഡ് അപ്രോച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. അടുത്ത നോക്കാം. A man sold an article for ₹450 at a loss of 10%. At what price should it be sold to earn a profit of 10%? ഒരാള് ഒരു ആർട്ടിക്കിള്, ഒരു സാധനം, എന്തെങ്കിലും ഒരു സാധനം 450 രൂപയ്ക്ക് വിറ്റു. അപ്പൊ അയാൾക്ക് എത്ര നഷ്ടം വന്നു? 10% നഷ്ടമാണ്. അപ്പൊ അതേ സാധനം 10% ലാഭം കിട്ടണമെങ്കിൽ അയാൾ എത്ര രൂപക്ക് വിൽക്കണം എന്നാണ് ചോദ്യം. നമുക്ക് ആദ്യം എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ CP എപ്പോഴും 100% ആയിരിക്കും. അപ്പൊ ഇതിൽ CP കാണേണ്ട ആവശ്യവുമില്ല. നമുക്ക് ഡയറക്റ്റ് ഉത്തരത്തിലേക്ക് പോകാം. അങ്ങനത്തെ ഷോർട്ട് കട്ട് ഐഡിയാസ് ആണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ 10% നഷ്ടം ഉണ്ടായാൽ നമ്മുടെ SP എത്ര ആയിരിക്കും? 100ൽ നിന്നും ഒരു 10% പോയി. എത്രയായി? 90% ഇവിടെ തന്നിട്ടുണ്ട്. 90%ന്റെ വാല്യൂ 450 ആണെന്ന് തന്നിട്ടുണ്ട്.
ഇനി പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ കേസിൽ SP ഇയാൾക്ക് 10% ലാഭമാക്കി മാറ്റണം. അപ്പൊ SP എത്രയാവും? 110% ആവും. ഇതാണ് നമുക്ക് കാണേണ്ടത്. 110%. നമുക്ക് തന്നിട്ടുള്ളത് 90%. അപ്പൊ വേണമെങ്കിൽ ഇതിന്റെ ഇടയിൽ നിന്ന് പോയിട്ട് 1% എടുക്കാം. അല്ലാതെ ഈ ക്വസ്റ്റ്യനിലാണെങ്കിൽ നമുക്ക് വേറെയും പെർസെന്റേജിൽ കുറച്ചും കൂടെ എളുപ്പമായിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ നോക്കാം, 90 ഉള്ളത് 45 എങ്ങനെയായത്? ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ഇവിടെ എന്തായത്? 90 × 5 ആണ് 450. അപ്പൊ അതേ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഇവിടെയും ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? 110 × 5 ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടി. 550 റുപ്പീസ് ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ആണ്. 5-6 സെക്കൻഡുകളിൽ നമ്മൾ ഉത്തരങ്ങൾ ഓരോന്നായിട്ട് എടുക്കുകയാണ്. അപ്രോച്ചുകൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യനിൽ തന്നത് 90% SP ആണ്. അപ്പൊ അതിനെ 110% ആക്കും. അതായത് 10% ലാഭം കിട്ടുമ്പോൾ എത്ര ആകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ₹550 ആയിരിക്കും റൈറ്റ് ആൻസർ വരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് an article is ₹24 after a discount of 20%. If the discount is increased to 30%, what will be the new price of the article? അപ്പൊ ഒരു സാധനത്തിന്റെ വില 20% ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ എത്രയാണ്? SP 24 ആണ്. അപ്പൊ നമ്മൾ മേലെ ഒരു വില ഉണ്ട്. ഏത് വില? മാർക്കഡ് പ്രൈസ് അല്ലെങ്കിൽ ലിസ്റ്റഡ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള വില ഉണ്ട്. അതിൽ നിന്നും ഒരു 20% ഡിസ്കൗണ്ട് കൊടുത്തപ്പോൾ 24 റുപ്പീസ് ആണ് നമ്മളെ കയ്യിലുള്ളത്. അപ്പൊ അതായത് ഇവിടെ എന്താണ്? 80% ആണ് എന്ത്? 24. ഇനി നമ്മളോട് ഏതാണ് ചോദിച്ചത് നോക്കാം. ഡിസ്കൗണ്ട് 20 ആയപ്പോ 80% ആയിരുന്നു. ആ ഡിസ്കൗണ്ട് എന്താക്കി? 30% ആക്കി. അപ്പൊ ഇവിടെ ഉള്ളത് എത്രയായി? 70% ആയി. അപ്പോൾ ഈ സാധനത്തിന്റെ വില എത്രയാണ് എന്നാണ് ചോദ്യം. നേരത്തെ ചെയ്ത അതേ അപ്രോച്ച് തന്നെ 80 എങ്ങനെ 24 ആയി എന്ന് നോക്കാം. 80 എന്താണ്? 8 × 3 ചെയ്താൽ 24 കിട്ടും. ഇവിടെ ഒരു ×3 ചെയ്താൽ, പക്ഷെ ഇവിടെ ഒരു 0 ഉണ്ട്, അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. 8 × 3 24 ആണ്. അപ്പൊ അതേ രീതിയിൽ ഈ 0 എവിടെയും കൺസിഡർ ചെയ്യേണ്ട. 7 × 3 ചെയ്ത ഉത്തരം എത്ര ആയിരിക്കും? ₹21 ആയിരിക്കും റൈറ്റ് ആൻസർ. നേരത്തെ ചെയ്ത അതേ അപ്രോച്ച് തന്നെ പെർസെന്റേജിനെ ഡയറക്റ്റ് ഉത്തരങ്ങൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഇടയിലുള്ള കാൽക്കുലേഷൻസോ പ്രോഫിറ്റോ ലോസോ ഒന്നും നോക്കുന്നില്ല. നമ്മളെല്ലാം പെർസെന്റേജ് ആക്കി മാറ്റുന്നു. പെർസെന്റേജ് ബേസ് ചെയ്തിട്ട് ഉത്തരങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 1% ഈസ് ഈക്വൽ ടു 24/80 എന്ന് എഴുതാം. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് അങ്ങനെയൊക്കെ എഴുതാം. അപ്പൊ അതിലും എളുപ്പത്തിലാണ് ഈ അപ്രോച്ചിൽ നമ്മൾ ചെയ്തത്. ×3 ചെയ്തപ്പോഴാണ് ഇത്. അപ്പൊ അതേപോലെ 7 × 3 ചെയ്യാം. ഉത്തരം 21 ആയിരിക്കും. ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ 21 ആയിരിക്കും. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഇത് സ്ഥിരം PSC ചോദിക്കുന്ന പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ കോസ്റ്റ് പ്രൈസ് ഓഫ് 10 articles ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് 8 articles. ഫൈൻഡ് ദ പ്രോഫിറ്റ് പെർസെന്റേജ്. അങ്ങനെയാണെങ്കിൽ ലാഭത്തിന്റെ ശതമാനം എത്രയാണ് എന്ന്. അപ്പൊ എന്താണ് ഇവിടെ? നമ്മൾ ഈ തന്ന ഡാറ്റയെ ഡയറക്റ്റ് ഒരു സെന്റൻസ് ആക്കി എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും? CP × 10 ഈസ് ഈക്വൽ ടു SP × 8. അങ്ങനെ എഴുതിക്കൂടെ? തന്ന അതേ സാധനത്തിന് നമ്മൾ ഒരു സെന്റൻസിലെ ഒരു ഇക്വേഷൻ മോഡലിൽ എഴുതി. നമുക്കിനി ആവശ്യം എന്താണ്? CP യും SP യും ഒപ്പം എത്തണം. അപ്പോഴാണ് നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് മനസ്സിലാവുക. അപ്പൊ എന്ത് ചെയ്യാം? ഈ SP യെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ CP/SP ആവും. ഈ 10നെ എന്ത് ചെയ്യുക? 10നെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പൊ 10 ഡിവിഷൻ ആവും. CP/SP ഈസ് ഈക്വൽ ടു 8/10 എന്നായി മാറി. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്ന് ഷോർട്ട് ആക്കി എഴുതാം. 8ലും 10ലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4/5 എന്ന് കിട്ടും. അപ്പൊ എന്താണ്? CPക്ക് പ്രൊപ്പോർഷണൽ ആയിട്ട് 4, SPക്ക് പ്രൊപ്പോർഷണൽ ആയിട്ട് 5. അതായത് CP 4 ആണ്, SP 5 ആണ്. അങ്ങനെ തന്നെ ഡയറക്റ്റ് എടുക്കാം. അപ്പൊ ലാഭം എത്രയാണ്? ലാഭം പ്രോഫിറ്റ് 1 ആണ്. കാരണം 4 ഉള്ളത് 5ന് വിറ്റു. ലാഭം 1 ആണ്. ലാഭം 1 ആണ്. CP 4 ആണ്. പ്രോഫിറ്റ് പെർസെന്റേജ് എന്തായിരിക്കും? ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ബൈ CP × 100 ആണ്. താഴെ എപ്പോഴും CP ആയിരിക്കും. 1/4 × 100 ആയിരിക്കും. എത്ര ആയിരിക്കും നമ്മുടെ ഉത്തരം? 25% ആയിരിക്കും ഈ ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ ബി 25% ആയിരിക്കും ഈ ക്വസ്റ്റ്യന്റെ പ്രോഫിറ്റ് പെർസെന്റേജ് ആയിട്ട് കിട്ടുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ഇക്വേഷൻ ഇല്ലാതെ ആ തന്ന സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് അവർ തമ്മിലുള്ള ഒരു റേഷ്യോ ആക്കി മാറ്റി എന്നിട്ട് ഉത്തരം എടുക്കുകയാണ് ചെയ്തത്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. PSC ചോദിച്ചിട്ടുള്ളതിൽ കുറച്ച് അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ട് വന്നിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. A person sells 36 oranges per rupee and incurs a loss of 4%.
find how many per rupee to be sold to have a gain of 8%. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഒരു ഷോർട്ട് കട്ട് അപ്രോച്ച് വഴിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം എന്താണ് ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാക്കാം. ഒരാള് 1 രൂപക്ക് 36 ഓറഞ്ച് വിറ്റു. 1 രൂപക്ക് 36 ഓറഞ്ച് ആണ് ശരിക്കും മനസ്സിലാക്കുക. അപ്പൊ അയാൾക്ക് 4% നഷ്ടം വന്നു. ഇനി ചോദിച്ചിട്ടുള്ളത് ഇയാൾ 1 രൂപക്ക് എത്ര ഓറഞ്ച് വിറ്റപ്പോഴാണ് ഇയാൾക്ക് 8% ലാഭം ഉണ്ടായത്. അപ്പൊ ആദ്യത്തെ കേസിൽ 4% നഷ്ടമാണ്, അത് 8% ലാഭമാക്കണം. 2 SP-കളാണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പൊ എന്താണ്, രണ്ടും പെർ റുപ്പിയാണ്. അവിടെയും പെർ റുപ്പിയാണ്, ഇവിടെയും പെർ റുപ്പിയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു റേഷ്യോ റിവേഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ആദ്യത്തെ കേസിൽ SP എത്ര ആയിരിക്കും, ശതമാനത്തിൽ പറയുകയാണെങ്കിൽ 4% അപ്പൊ എത്ര ആയി SP1 96 ആയിരിക്കും. SP2 നമുക്ക് ആവശ്യമുള്ള SP2 എത്രയാണ്, 8% ലാഭമാണ്, അപ്പൊ 108. അപ്പൊ SP1 to SP2 റേഷ്യോ എത്രയാണ്, 96:108 ആണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ, അതായത് ഇവിടെ ക്വസ്റ്റ്യൻ നമ്മൾ അപ്ലൈ ചെയ്യാനുള്ള കാരണം ഇതാണ്, പെർ റുപ്പി, ഇവിടെയും പെർ റുപ്പിയാണ്, ഇവിടെയും പെർ റുപ്പിയാണ്. അത് നമുക്ക് ഓറഞ്ചിന്റെ എണ്ണം കിട്ടാൻ വേണ്ടിയിട്ട് ഈ SP-യെ നേരെ റിവേഴ്സ് ചെയ്താൽ മതി. അതായത് ഈ 2 SP-കളും തമ്മിലുള്ള റേഷ്യോ നേരെ റിവേഴ്സ് ചെയ്താൽ അതായിരിക്കും എന്ത്, നമ്മുടെ ഓറഞ്ചുകളുടെ എണ്ണം. അപ്പൊ ഇവിടെ നമുക്ക് ഒന്നും കൂടെ വെട്ടി ചെറുതാക്കാം. 2 സൈഡിലും 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ 32 ആയി, ഇവിടെ 36 ആയി. 32:36. അപ്പൊ ഈ 36 എന്ന് പറഞ്ഞ നമ്പർ നമ്മുടെ ക്വസ്റ്റ്യനിലും ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഷോർട്ട് ആക്കി വെച്ചത്. പിന്നെ എന്താണ്, ഈ കേസിലുള്ള ഓറഞ്ചിന്റെ എണ്ണം തന്നിട്ടുണ്ട്, എത്രയാണ്, 36 ആണ്. അതായത് ഇവിടെ എന്താണോ കിട്ടിയത് അതിന്റെ നേരെ റിവേഴ്സ് റേഷ്യോ ആയിരിക്കും നമ്മുടെ ഓറഞ്ചിന്റെ എണ്ണം. കാരണം അവിടെ പെർ റുപ്പി ആയതിനാലാണ് അങ്ങനെ വരുന്നത്. 1/, എന്നിട്ടുള്ള ഒരു റേഷ്യോ വരും. അതുകൊണ്ട് തന്നെ റുപ്പീസ് സെയിം ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ 2 SP-കളും തമ്മിലുള്ള റേഷ്യോന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്, നമ്മുടെ സാധനങ്ങളുടെ എണ്ണം. ഈ 32:36 റേഷ്യോനെ ഞാൻ തിരിച്ചിടുമ്പോൾ എന്തായി, 36:32. അപ്പൊ ഇവിടെ ഓൾറെഡി ആദ്യത്തെ കേസിൽ SP1 96% ആയപ്പോൾ 36 ഓറഞ്ച് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോ 8% ലാഭമാകുമ്പോൾ ഓറഞ്ചിന്റെ എണ്ണം എന്തായിരിക്കും, അതും ഇവിടെ ഡയറക്റ്റ് ആയിട്ട് കിട്ടി. ഉത്തരം എന്തായിരിക്കും, 32 ആയിരിക്കും. ഓപ്ഷൻ സി 32 ആയിരിക്കും ഈ ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ. അപ്പൊ ഇത് നമുക്ക് ചെയ്യാൻ വേറെ അപ്രോച്ചുകൾ ഉണ്ട്. ഏറ്റവും സിംപ്ലസ്റ്റ് അപ്രോച്ച് ആണ് ഇത്. 2 SP-കളും തമ്മിലുള്ള റേഷ്യോ എഴുതുക, അതിനെ നേരെ റിവേഴ്സ് ചെയ്താൽ ഓറഞ്ചിന്റെ റേഷ്യോ കിട്ടും. അപ്പൊ ഓറഞ്ചിന്റെ റേഷ്യോ നമുക്ക് ഓൾറെഡി ഇവിടെ 36 ഉണ്ട്. അപ്പൊ അതിനെ നേരെ തിരിച്ചു, അതും 32 ആണ്. അപ്പൊ റൈറ്റ് ആൻസർ അവിടുന്ന് തന്നെ കിട്ടി. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി 32 ആയിരിക്കും റൈറ്റ് ആൻസർ. പിന്നെ നമുക്ക് ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യാനുള്ള ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് സോൾവ് ചെയ്ത ശേഷം ഇതിന്റെ ഉത്തരങ്ങൾ കമന്റ് ആയിട്ട് ഇടാം. എ വെൻഡർ മാർക്ക്ഡ് ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ബൈ 20% and then gave a discount of 10%. What will be his net profit percentage? അപ്പോൾ ഇതിന്റെ ഉത്തരം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയ ശേഷം ഉത്തരങ്ങൾ കമന്റ് ചെയ്യുക. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി ഏതാണ് നിങ്ങളുടെ റൈറ്റ് ആൻസർ എന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഈ ലെസൺ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ സീരീസിൽ ഒരുപാട് വീഡിയോസ് ഇനിയും ചെയ്യുന്നുണ്ട് ടോപ്പിക് വൈസ് ആയിട്ട്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുപോലെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇന്ന് ചെയ്ത എല്ലാ പ്രോബ്ലംസിന്റെയും അടങ്ങിയ PDF ഉണ്ടാവും. ആ PDF-ൽ നിങ്ങൾക്ക് വീഡിയോയിലേക്കുള്ള ലിങ്കും ലഭിക്കും. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഈ PDF അവൈലബിൾ ആയിരിക്കും. ടെലിഗ്രാം ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്താൽ ആ PDF ലഭിക്കുന്നതായിരിക്കും. So thank you for watching. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Goodbye and take care from Izu Math Academy.